ഇങ്ങനെ ഈ നാട്ടിൻപുറങ്ങളിലൂടെ രാത്രിയിൽ വെറുതെ പോകുമ്പോൾ നല്ല ഒരു വൈബുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ നാടാണ്. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പല സിറ്റികളിൽ കൂടെ ആയിരുന്നു താമസം. കൊച്ചിയിലുണ്ടായിരുന്നു, ബാംഗ്ലൂരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഇപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ വന്ന് ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് ടൈം പാസ് ചെയ്യുന്നത്? ഞാനിങ്ങനെ രാത്രിയിൽ ചില ദിവസങ്ങളിൽ ഫ്രണ്ട്സ് കാണും. ഇന്നിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കാണ്, വണ്ടി എടുത്തിറങ്ങും. ഇന്നിപ്പോൾ കാർ എടുത്തിറങ്ങിയത്, എല്ലാ ദിവസവും കാർ എടുത്തൊന്നും അല്ല ഇറങ്ങുന്നത്, ഈ പെട്രോൾ വിലയ്ക്ക് മുതലാവില്ല. കാർ എടുത്തിറങ്ങിയത് ഇങ്ങനെ മഴ പെയ്യാൻ ചെറിയ ചാൻസ് കാണുന്നുണ്ട്. വെളിയിൽ ചെറിയതായിട്ട് ഇടിവാളും ചെറിയ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നനയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് ഇറങ്ങും. ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇതിപ്പോൾ ഇവിടെ ഒരു പെരവാസോലി നടക്കുന്നുണ്ട്. ഇന്ന് പെരവാസോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഹൗസ് വാമിങ്, ഞങ്ങളുടെ നാട്ടിൽ പെരവാസോലി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നതുകൊണ്ടാണ് അവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നത്. നേരത്തെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഒത്തിരി കാലം മുമ്പ് ഈ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്നു. റോഡൊക്കെ അത്യാവശ്യം നന്നായി. പണ്ട് ഇതിൽ നല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഈ ഭാഗത്തെല്ലാം ഒത്തിരി ആളുകളും ഉണ്ട്, താമസമുണ്ട്. ഈ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയും. അതാണ് ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല അടിപൊളി ഫീല്. ഇതിപ്പോൾ ഇങ്ങനെ പോയി. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഈ വീടുകളിലെല്ലാം, ഈ കാണുന്ന എല്ലാ വീടുകളിലും പ്രായമായവർ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്ത് 80% വീടുകളിലും കാരണവന്മാർ മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയും അല്ലെങ്കിൽ അവരുടെ പേരൻസ് അങ്ങനെ മാത്രമേ ഉള്ളൂ. ബാക്കി പിള്ളേർ സെറ്റെല്ലാം പുറത്തും ഓരോ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ജോലിയായിട്ട് ഒക്കെ ഓരോരുത്തർ ഓരോ സ്ഥലത്താണ്. ഒത്തിരി ആളുകൾ പുറത്താണ്, UK-യിലും കാനഡയിലും അവിടെ ഇവിടെയൊക്കെയാണ് ഒത്തിരി ആളുകൾ. അങ്ങനെ ഈ വഴിയിൽ അങ്ങനെ അധികം വണ്ടിയൊന്നും വരാറില്ല. ഇങ്ങനെ ചെറിയൊരു ഗ്രാമപ്രദേശം, ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പണ്ട് തൊട്ട് വരുമ്പം എപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഇപ്പോഴും അതെ, ഇവിടെ മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇവിടെ ഭയങ്കര ഒരു ഇരുട്ടാണ്. ഭയങ്കര ഇരുട്ടാണ്. നോക്കി ഇപ്പോൾ വീഡിയോയിൽ മനസ്സിലാവുന്നതാണ്, ഭയങ്കര ഇരുട്ടാണിത്. അപ്പോൾ വീണ്ടും ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി വണ്ടികൾ വരാൻ തുടങ്ങിയല്ലോ. ഉണ്ട് ഇവിടെ. ഇതൊരു കണക്ഷൻ റോഡാണ്. പിന്നെ 9:30 ആകുന്നേ ഉള്ളൂ സമയം. അതുകൊണ്ട് കൂടി ആയിരിക്കാം. മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. ഇത് ചുറ്റും കാണുന്നത് മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. കംപ്ലീറ്റ് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വഴി. ഇവിടെയുള്ള അറിയാം എല്ലാവർക്കും റബ്ബറാണ് മെയിൻ പരിപാടി. ഇപ്പോൾ ഒത്തിരി ആളുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം റബ്ബറിൽ നിന്ന് വലിയധികം ആദായം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ അടുത്ത് ചെറിയൊരു ടൗൺ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കടകളും എല്ലാം അടച്ചു. കടകളും എല്ലാം അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഇവിടെ കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ചായക്കട കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇപ്പം രാത്രി ആയപ്പോഴത്തേക്കും 9:30 ആയപ്പോഴത്തേക്കും എല്ലാവരും അടച്ചു പോയി. ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നാട്ടിൻപുറത്തെ കള്ള് ഷാപ്പുണ്ട്. ഒരു ചെറിയൊരു കള്ള് ഷാപ്പാണ് ഇവിടെ കാണുന്നത്. ഒരു ചെറിയൊരു കള്ള് ഷാപ്പാണ്. ഇവിടെ സ്ഥിരം വരുന്ന കുറച്ച് പേര് കാണും. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തെത്തി. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ആ നാട്ടിൻപുറത്തകത്തൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ വഴിയിൽ വെള്ളം പൊങ്ങുന്ന ഒരു പ്രദേശമാണിത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഈ കാണുന്നതെല്ലാം തോടുകളും കാര്യങ്ങളും എല്ലാം ആണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് എപ്പോഴും വെള്ളം കയറും. കഴിഞ്ഞ മുന്നത്തെ വർഷം വെള്ളപ്പൊക്കത്തിന് ഏതോ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ടല്ലോ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അല്ല, അവർ ഇലക്ഷൻ വർക്കായിരുന്നു. ബ്രേക്ക് ഡൗൺ അല്ല, ഇലക്ഷൻ വർക്കിന്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടം വരെ എത്തി വണ്ടി ഓടിച്ച്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലും കാര്യങ്ങളിലും എല്ലാം കംപ്ലീറ്റ് വെള്ളമായിരുന്നു. ഞാൻ ഏകദേശം ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം എൻ്റെ വയറിൻ്റെ മുകളിൽ വെള്ളമായി ഇവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയം തോന്നി. ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ ഭാഗത്തെല്ലാം വെള്ളം കയറി. ഈ ഭാഗത്ത് എല്ലാം ഏകദേശം ഇവിടം വരെ നന്നായിട്ട് വെള്ളം കയറും. അതും ഈ വഴിയിൽ ഈ ഭാഗത്ത് മാത്രമാണ് വെള്ളം കയറുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡിൽ അങ്ങ് ചെന്ന് കഴിയുമ്പം വെള്ളം കയറുന്ന സ്ഥലമുണ്ട്. പക്ഷെ അവിടെ വെള്ളം കയറുന്നതെങ്കിൽ അതുപോലെ വെള്ളം വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ.
2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ എല്ലാ വർഷവും അവിടുത്തെ പ്രശ്നമില്ല. ഈ ഭാഗത്ത് പക്ഷേ മിക്ക സമയങ്ങളിലും നല്ല ഹെവി മഴ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. ഇത് വീണ്ടും അടുത്തൊരു കള്ള് ഷാപ്പാണ് ഈ വഴിയിലെ. ആരെയും കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. നാട്ടിൻപുറത്തെ ചെറിയ കള്ള് ഷാപ്പുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നോ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നത് ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ ഭരണങ്ങാനത്തേക്കാണ് പോകുന്നത്. ഈ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ട്. ഇത് ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ ഇവിടുത്തെ വൈകിട്ടത്തെ 4 മണിക്കത്തെ കടിയും കാര്യങ്ങളും, അതായത് ഉഴുന്നോട, പരിപ്പോട, ഏത്തയ്ക്കാപ്പൊളി, അങ്ങനെ ഒത്തിരി കടികളും കാര്യങ്ങളും ലഭിക്കും. ഭയങ്കര അടിപൊളിയാണ്. ഈ വഴി വരുന്ന എല്ലാവരും തന്നെ ഇവിടുന്ന് മേടിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. അതുപോലെ ആ ഹോട്ടലിൽ റീസെൻ്റായിട്ട് വെച്ചാൽ ഒരു 1-2 വർഷം മുമ്പ് റിലീസ് ചെയ്ത ഒരു സിനിമയല്ല, അത് കഴിഞ്ഞിട്ട് വേറെ സിനിമകളുണ്ട്. 2-3 സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നു. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലെ പ്രധാന നടൻ അതിൻ്റെ അകത്ത് വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ സിനിമയെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതൊരു ചെറിയ എന്നാൽ അടിപൊളി ഒരു ഹോട്ടലാണ്. എൻ്റെ ഫേവറേറ്റ് ഒരു സ്ഥലമാണ്. വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും അവർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും എൻ്റെ നൈറ്റ് ലൈഫ്, ഈ ഗ്രാമത്തിലെ നൈറ്റ് ലൈഫ് എന്താ, അല്ലെങ്കിൽ ഈ ഭാഗത്തെ നൈറ്റ് ലൈഫ് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നൈറ്റ് ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഉദ്ദേശം. ഇതൊരു ചെറിയ അമ്പലമാണ്, ഇവിടുത്തെ ചെറിയൊരു അമ്പലമാണിത്. നമ്മൾ ഏകദേശം ഇവിടുത്തെ നൈറ്റ് ലൈഫ്, ഗ്രാമത്തിന് അടുത്തുള്ള നൈറ്റ് ലൈഫിലേക്ക് എത്തുകയാണ്. ഇതെന്താ ഇങ്ങനെ വരുന്ന വണ്ടി? ഓക്കെ, ഒരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് വരികയാണ്. ഇതൊക്കെയാണ് ഗ്രാമപ്രദേശത്തെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക്. ജസ്റ്റ് കാണിക്കാമെന്ന് ഓർത്തു. ഇവിടെ ഇങ്ങനെ ആൾക്കാരും ചെറിയ രീതിയിൽ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നു. വലിയ രീതിയിൽ സിറ്റിയിലെ പോലെയല്ല, ചെറിയ രീതിയിലുള്ള നൈറ്റ് ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ബജിക്കടയുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥിരം ബജിക്കട. ഇവിടെ വന്ന് ബജി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ഇടയിൽ. നല്ല ആളുകൾ